നമ്മൾ ഗോൾഡൻ ബീച്ചിലെത്തി. ഈ വെയിലൊക്കെ ഒട്ടകത്തിന് പ്രശ്നമല്ല, നമുക്കാണ് പ്രശ്നം. ധാരാളം ടൂറിസ്റ്റുകളുണ്ട്. സീസൺ ടൈമായി ധാരാളം ടൂറിസ്റ്റുകളുണ്ട്. 2 ഒട്ടകത്തിൽ ആൾ സഞ്ചരിച്ചുകൊണ്ടിട്ടുണ്ട്. ഒട്ടകം പറ്റില്ല, നമുക്കത് നോക്കാം. ഈ സ്ഥലത്തിന് അടിമലത്തുറ എന്നാണ് പറയുന്നത്. അപ്പോൾ വിഴിഞ്ഞത്തുനിന്ന് പുളിങ്കുടിയിൽ നിന്ന് അടിമലത്തുറ. ആ പുളിങ്കുടിയിലാണ് ആഴിമല മഹാദേവ ക്ഷേത്രം ഉള്ളത്. അതിനോട് തൊട്ടടുത്തുള്ള സ്ഥലം തന്നെയാണ് ഈ അടിമലത്തുറ എന്ന് പറയുന്നത്. നമുക്ക് അവിടെ നിന്ന് ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിന് താഴെയുള്ള ബീച്ചിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ അടിമലത്തുറയിലുള്ള കുരിശടി അതെല്ലാം കാണാം. അവിടെ ടൂറിസ്റ്റുകളൊക്കെ ബീച്ചിനടുത്ത് കട്ടലിൽ അവിടെ കിടക്കുന്നതൊക്കെ എല്ലാം കാണാം. ടൂറിസ്റ്റുകളൊക്കെ നിരന്ന് കിടക്കുന്നതൊക്കെ നമുക്ക് കാണാം. അതിന് തൊട്ടടുത്തുള്ള കുരിശടി അവിടെ നിന്ന് തന്നെ കാണാം. കുരിശടി ഒരു പാറപ്പുറത്തുള്ള കുരിശടിയൊക്കെ കാണാം. അപ്പോൾ അതിനോട് ചേർന്നുള്ള റോഡ് തന്നെയാണ് ഇത്. ഇവിടുന്ന് നമ്മൾ ഈ അടിമലത്തുറ നമ്മൾ പൂവാർ ഗോൾഡൻ ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് എല്ലാവരും പോകുന്നോളൂ. നമുക്ക് പൂവാർ ഗോൾഡൻ ബീച്ചിലേക്ക് പോകാം. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഈ പള്ളിയുടെ സിംത്തേര് നമ്മൾ നേരത്തെ കണ്ടാണ്. ഇതിന് തൊട്ടടുത്തൂടെയുള്ളൊരു റോഡാണ്. നമ്മൾ സ്ഥിരമായിട്ട് മെയിൻ റോഡിലൂടെയാണ് ഈ പൂവാർ ഐലൻഡിലേക്ക് എല്ലാവരും പോകുന്നത്. ഈ റോഡ് അങ്ങനെ ആരും ചൂസ് ചെയ്യാറില്ല. പക്ഷെ എന്നാൽ നല്ല മനോഹരമായൊരു റോഡാണ്. ബീച്ചും കണ്ട് ഇനിയുള്ള പൂവാർ വരെ ഇത് ഈ ബീച്ച് തന്നെയാണ്. ഭയങ്കര രസമാണ് ഇത്. ഇതിനു മുമ്പ് പല ആവർത്തി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൊറോണ സമയത്തൊക്കെ കൂടുതലും സമയം ചിലവഴിച്ചത് ഇവിടെയായിരുന്നു. ഇവിടെ വലിയ സമരങ്ങളും ഒക്കെ നടന്നൊരു സമയമാണ്. മത്സ്യബന്ധനത്തിന് പോകുന്നതിനും ആയിട്ട് പ്രതിരോധ നടപടികൾക്കെതിരെയൊക്കെ വലിയ സമരങ്ങളൊക്കെ നടന്നൊരു ഏരിയയാണ്. മാസ്ക് വെക്കുന്നതിനെതിരെയും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിവിടെ ഉണ്ടായിരുന്നു. പോലീസിനെ അടുപ്പിക്കാതിരിക്കുക, പോലീസിനെ കടിച്ചോടിച്ച ഒരു ഏരിയ കൂടിയാണ് ഇവിടെ. ഈ മത്സ്യത്തൊഴിലാളികൾ വള്ളങ്ങളൊക്കെ അടുപ്പിക്കുന്നൊരു സ്ഥലമാണിത്. ഇവിടെ ഇങ്ങനെ പല സ്ഥലമുണ്ട്. ഇപ്പം റോഡത്ര ശരിയല്ല. വള്ളങ്ങളൊക്കെ അടുപ്പിക്കുന്ന ട്രാക്ടറുകളൊക്കെ കിടക്കുന്നത് കാണാമെന്ന് തോന്നുന്നു. വളരെ മനോഹരമാണ്. വരുമ്പോൾ സ്കൂട്ടറും ബൈക്കും കാറും ഒക്കെ ഉള്ളവർ ജസ്റ്റ് ഇവിടം വരെയൊക്കെ വന്ന് പോവുക. ഈ വലിയ സ്പീഡിൽ പൂവാർ ഐലൻഡിലൊക്കെ പോകണമെന്നുള്ളവർ ഈ റോഡ് സെലക്ട് ചെയ്യണ്ട. ഇങ്ങനെ കണ്ട് പോകാൻ താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി. ബൈക്കിലൊക്കെ സോളോ യാത്ര ചെയ്യുന്നവരും കാറിലൊക്കെ വരുന്നവർക്കൊക്കെയാണ് ഇത് ഉപകരിക്കുന്നത് കൂടുതലായിട്ട്. ഇങ്ങനെയൊക്കെ എടുത്ത് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടികൾ AL-19. തിരിഞ്ഞ് പോകുമ്പോഴേക്കും ഇതിലൊക്കെ മീൻ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു. കായൽ പൂവാറിൻ്റെ പുഴയുടെ ബാലൻസാണ് ഇങ്ങോട്ട് കാണുന്നത്. നല്ല ഗ്രീൻ നെറ്റുള്ളൊരു പാലമുണ്ട്. പാലം കടന്നിട്ട് വീണ്ടും റൈറ്റിലേക്ക് പോകണം, എങ്കിൽ ആ ബീച്ചിലെത്താൻ പറ്റത്തുള്ളൂ. റൈറ്റ് ഇറങ്ങി ബീച്ചിൽ ചെല്ലാം. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ലെഫ്റ്റിലേക്ക് കയറി മെയിൻ റോഡിൻ്റെ അവിടെ ഒരു 4 കൂടെ ജംഗ്ഷൻ ഉണ്ട്. അവിടെ വന്നിട്ട് വീണ്ടും റൈറ്റിലേക്ക് പോകുമ്പോൾ ആ ബീച്ചിലേക്ക് വീണ്ടും വരും. ഇവിടുന്ന് റൈറ്റ് ഉണ്ട്. ആ സ്കൂട്ടർ വരുന്നില്ല, അതിൽ ബീച്ചിലേക്ക് പോകാനുള്ള സൗകര്യമുണ്ട്. ചെറിയൊരു വഴിയാണ്, സ്കൂട്ടറിനെ പോകാൻ പറ്റും. അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ വലിയ റോഡുണ്ട് ബീച്ചിലേക്ക് പോകാനുള്ളത്. ഇതുണ്ട്, ഇത് ചെറിയൊരു റോഡാണ്, ബീച്ചിലേക്ക് പോകാനുള്ളതാണ്. പോയിട്ടുണ്ട്. ഇപ്പോൾ ബീച്ചിലേക്കാണെന്നുള്ളത് എവിടുന്നറിയാം. ഇങ്ങനെ കയറി പോകാം. പണ്ട് ഇതിലേക്ക് വന്നിട്ടുണ്ട്, ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അത് സ്കൂട്ടറിൽ പോകാൻ പറ്റിയൊക്കെ തോന്നുന്നു. ഉണ്ടാ അത് കയറിയാണ്. കാറുകൾക്ക് വേറെ മുന്നോട്ട് പോകുമ്പോൾ വേറെ വഴിയുണ്ട്, നല്ല റോഡുണ്ട്. ഞാനിവിടെ ഈ ഇടയ്ക്കുള്ള ഒരു റോഡ് സെലക്ട് ചെയ്തതേ ഉള്ളൂ. റോഡല്ല ഇത്, ഇങ്ങനെ വീട്ടുകാർക്ക് പോകാനുള്ളൊരു വഴിയാണ്. പിന്നെ ബീച്ചിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ
മുട്ടൻ കാണിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഇതാണ് ഇത് ഉണ്ടാ ഒരു 2 വീടിൻ്റെ ഇടക്കൂടെ ഉള്ള ഒരു ചെറിയ സ്കൂട്ടറിന് മാത്രമേ പോകാൻ പറ്റൂ, വേറെ ഒന്നും പോവില്ല. നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്ത് വന്ന് കണ്ട ഇതാണ് ബീച്ച്. ഇവിടെ ഒരുപാട് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് മീനെടുക്കാൻ വേണ്ടി വരുന്നൊരു സെൻ്ററാണിത്. ഫിഷ് ലാൻഡിങ് സെൻറ്റർ. എന്താ മീനുകളൊക്കെ ഇവിടെ ഉണക്കാനിട്ടിരിക്കുന്നു. ഈ കരുവാട് എടുക്കാൻ വേണ്ടി ഇവിടെ ഒരുപാട് വാഹനങ്ങളൊക്കെ വരും. മുമ്പ് വരുമ്പോഴും ആട്ടോയിലും ഒമിനിയിലൊക്കെ വന്നിട്ട് ഇത് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഫിഷ് ലാൻഡിങ് സെൻ്ററാണ്. ഇവിടെ ഈ വള്ളങ്ങളിലെല്ലാം രാവിലെ വന്ന ഒരു 4-5-6 മണി സമയങ്ങളിലൊക്കെ വന്നാൽ ഇവിടെ മീനെടുക്കുന്നതൊക്കെ കാണാം. വിപുലമായ പരിപാടിയാണ്. എന്താ KL-25 ഡിസ്നി, KL-21 നിറച്ച് വള്ളങ്ങളാണ്. രാവിലെ വന്ന ഇതെല്ലാം മീനെല്ലാം ലേലം വിളിക്കുന്നത് കാണാം. ഇങ്ങനെ കണ്ടപ്പോൾ അങ്ങോട്ട് ഓരോരോ ഇത് കാണുന്നതെല്ലാം ഇത് നമുക്ക് ഫിഷ് ലാൻഡിങ് സെൻ്ററാണ്. ഇത് കണക്ക് വലകളൊക്കെ മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിൽഡിങ്ങാണ് മുന്നോട്ട് കാണുന്നതെല്ലാം. ഇത് ഒരു 5-10 സ്ഥലങ്ങളുണ്ട് ഇത് കണക്ക് തന്നെ ഫിഷ് ലാൻഡിങ് സെൻ്റർ. ഈ പൂവാറിലേക്ക് പോകുമ്പോൾ ഒരു 4 മണി 5 മണി 6 മണി സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ വള്ളങ്ങളെല്ലാം വന്നിട്ട് മീൻ കൊണ്ടുവന്ന് ലേലം വിളിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്. വലിയ സ്പീഡിലൊന്നും പോകാൻ പറ്റുമല്ലോ, 30-40 അതിനപ്പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല. ഗട്ടർ റോഡാണ്. നേരത്തെ നല്ല മനോഹരമായിട്ട് കിടന്ന റോഡാണ്. ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ അല്ലേ, അതിൻ്റേതായിട്ടുള്ള മെയിൻ്റനൻസ് ചെയ്താൽ ശരിയാവും. എന്നാലും ഇത് അങ്ങനെ അത്ര സ്പീഡിൽ ഓടേണ്ട ഒരു സ്ഥലമല്ല. വാഹനങ്ങൾ മീൻ വണ്ടിയൊക്കെ വന്ന് നിരന്തരമായിട്ട് പോകുന്നൊരു സ്ഥലമാണ്. ഇങ്ങനെ നീണ്ടു നിവർന്ന് ഇതേ ഫീലാണ് നമുക്ക് ഇങ്ങനെ കണ്ട് പോകാൻ പറ്റും. നമ്മൾ സ്ഥിരമായിട്ട് മെയിൻ റോഡിലൂടെ പൂവാറിലോട്ട് പോകുന്നവർ, തെക്കോട്ടൊക്കെ പോകുന്നവർ ടൈം ഉണ്ടെങ്കിൽ റിലാക്സ് ചെയ്ത് പോകണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാവുന്നതാണ്. ഇതൊന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. കാറ് കുഴപ്പമില്ല, ടെമ്പോ ട്രാവലിലൊക്കെ വരാം, പക്ഷേ സ്പീഡ് അധികം വരില്ല. കാറിനും ബൈക്കിനൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു 40-50 പോവാം. പിന്നെ ഇത് കണ്ടു പോകാനാണെങ്കിൽ 40-50 ഒന്നും പോകണ്ട, ഒരു 20-30 വെച്ച് പിടിച്ചാൽ നല്ല രീതിയിൽ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റും. ഇത് ഫുട്ബോൾ ഗ്രൗണ്ടാണ്. കണ്ടോ, ഈ നെറ്റ് അടിച്ചിരിക്കുന്ന ഫുട്ബോൾ ഗ്രൗണ്ടാണ്. ഉണ്ടായത് ഇതിനൊക്കെ അങ്ങോട്ട് ഫുട്ബോൾ ഗ്രൗണ്ടുകൾ ഒരുപാടുണ്ട്. ഇതിൻ്റെ മാർക്കറ്റാണ്, ലോക്കൽ മാർക്കറ്റാണ്. ലോക്കൽ എല്ലാവിധ സാധനങ്ങളും കിട്ടും. ലോക്കൽ മാർക്കറ്റാണ്. ഉള്ളി, കപ്പ, വാഴയ്ക്ക, പപ്പയ്ക്ക എല്ലാം ഉണ്ട്. മീനും വാങ്ങിക്കാം, കപ്പയും വാങ്ങിക്കാം, ഏത്തപ്പഴവും വാങ്ങിക്കാം. എല്ലാ ഐറ്റംസും ഉണ്ട്. മീനുകളൊക്കെ വെട്ടി കൊടുത്തോണ്ടിരിക്കുകയാണ്. കറുവാടെല്ലാം ഉണ്ട്. ന്യായമായ വിലയ്ക്ക് കിട്ടും. തക്കാളി, പേരയ്ക്ക, സീതപ്പഴം, ആത്തച്ചക്ക. അടുത്ത ചന്തക്കടവാണ് ഈ കാണുന്നത്.
കുറച്ചുകൂടെ ഫേമസായ ചന്തക്കടയാണ്. ഇപ്പോൾ അതിൻ്റെ ടൈം കഴിഞ്ഞുകൊണ്ട് അവർ കയറ് കെട്ടി ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ആ ചന്ത ടൈമിന് മാത്രമാണ് അവർ തുറക്കുന്നത്. വാഹനങ്ങളൊന്നും അകത്ത് കയറ്റിയിടത്തില്ല. നമുക്ക് പോയി അവിടെ സഞ്ചരിക്കാൻ കാണാം. നമ്മൾ അത്രയ്ക്ക് പോകാൻ കാണിക്കാനില്ല. നമ്മൾ ആരംഭത്തിൽ കാണിച്ചുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് കയറാത്തത്. നമുക്ക് നടന്നു പോയി ഷൂട്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിലൊക്കെ ഷൂട്ട് ചെയ്ത് കൈകാര്യം ചെയ്യാനൊക്കെ പറ്റും. അവിടെ ഒന്ന് റൈറ്റ് തിരിഞ്ഞ് പോയിട്ട് വരാം. ഒന്ന് റൈറ്റ് തിരിഞ്ഞ് കാണണം കേട്ടോ. സ്ത്രീകളൊക്കെ വസ്ത്രങ്ങളൊക്കെ ഉണക്കുന്നു. ഒരുപാട് ദൂരം പോകുന്നില്ല എങ്കിലും ഉണ്ടാ ഇതിങ്ങനെ ഒരുപാട് ദൂരമുണ്ട്. കാണാനാണെങ്കിൽ ഇങ്ങനെ കാണാനേ ഉള്ളൂ. ഒരുപാട് ദൂരമുണ്ട്. ഒരുപാട് ഐലൻഡ് ചെല്ലുന്നവരെ ഇങ്ങനെ ഇതൊക്കെ തന്നെയാണ് ഈ ബീച്ചിലോട്ട് വന്ന ആൾ കേട്ടോ. ഒരുപാട് രസമാണ് പോകാനൊക്കെ ആയിട്ട്. സ്റ്റാൻഡിങ് സെൻറ്റർ എല്ലാം ഉണ്ട്. ഇവിടുന്ന് നേരെ പോകുന്നതാണ് പൂവാർ. അത് ഇപ്പോൾ 3-4 ബൈ റോഡുകളുണ്ട് ഈ പൂവാർ ഐലൻഡിലേക്ക് പോകാൻ വേണ്ടി. ഇത് ബീച്ച് റോഡ് കൂടാതെ ഇതിൻ്റെ തൊട്ട് മേളിൽ വേറൊരെണ്ണം കൂടെ ഉണ്ട്, വേറൊരു റോഡ് കൂടെ ഉണ്ട്. അതിലെയും പൂവാർ ഐലൻഡിൽ പോകാം. അപ്പോൾ നമ്മൾ ആ അടുത്ത് ചെന്നിട്ട് ലെഫ്റ്റ് തിരിഞ്ഞാൽ നമ്മൾ മെയിൻ റോഡിലേക്ക് കയറിയിട്ട് പൂവാർ ഐലൻഡിലേക്കുള്ള മെയിൻ കവാടത്തിലേക്ക് കയറി ഒരുപാട് റിസോർട്ടുകളും എല്ലാം ഉണ്ട്. അത് അപ്പുറത്ത് കാണുന്ന പൂവാറിലേക്ക് പോകുന്ന റോഡാണ്. ഇതും ബീച്ചിലൂടെ പോകുന്ന റോഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബീച്ച് റോഡ് സെലക്ട് ചെയ്തു. ഈ പൂവാറടുത്ത് വരുമ്പോഴേക്കും ഒരു നല്ലൊരു ക്രിസ്തുരാജൻ്റെ ഒരു പള്ളി കാണാം. അവിടെ പെയിൻറ്റിങ് മെയിൻ്റനൻസ് പണിയൊക്കെ നടക്കുകയാണ്. എൻ്റെ ക്രിസ്തുരാജൻ്റെ ഇതിൽ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ദൂരെ നിന്ന് കാണാൻ നല്ല മനോഹരമായ ഒരു ഇതാണ്. എൻ്റെ ഫ്രണ്ടല്ല, ഇതിപ്പോൾ ബാക്കിൽ നിന്നുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അടുത്ത ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് വന്നു. അപ്പോൾ ഇതിന് മുന്നേ ഒരു 3-4 ഫുട്ബോൾ ഗ്രൗണ്ട് വന്നു. ഞാൻ അത് എടുത്തില്ല, എല്ലാം എടുക്കേണ്ടതെന്ന്. ഇതൊരു മെയിൻ ഫുട്ബോൾ ഗ്രൗണ്ടാണ്. ഇവിടെ ക്രിക്കറ്റാണ് ഇപ്പോൾ പിള്ളേർ കളിക്കുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവിടെ എല്ലാ വെക്കേഷൻ സമയത്തൊക്കെ നല്ല ഫുട്ബോൾ മാച്ചൊക്കെ നടത്താറുണ്ട്. ഇവിടെ വൈകുന്നേരങ്ങളാണ് നമുക്ക് ഇവരുടെ കൂടെ ഫുട്ബോൾ കളിക്കാം. അത് നല്ല ടീമായിട്ട് ഇവിടെ ആളുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള പിള്ളേർ ടീമായിട്ടുണ്ട് ഈ ബീച്ചിൽ. മുമ്പ് ഇപ്പോഴാണ് ഇത് ഈ ചുമന്ന മണ്ണൊക്കെ ഇട്ട് പശയുള്ള മണ്ണൊക്കെ ഇട്ട് ഉറപ്പിച്ചത്. മുമ്പ് ഇങ്ങനെയല്ലായിരുന്നു. ഈ ചെറുമണ്ണിൽ ബീച്ചിലെ മണ്ണ് തന്നെയായിരുന്നു, വെഞ്ചാര മണ്ണ് തന്നെയായിരുന്നു. ഇനി അങ്ങോട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ പാറശാല കൊളോക്കൽ സ്ലാങ്ങും തമിഴ്നാടിൻ്റെ കുറച്ച് തമിഴും മലയാളവും ആ മൂന്നും കൂടെ ചേർന്നിട്ടുള്ള ഒരു ലാംഗ്വേജാണ് ഇനി അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലുള്ളത്. ഇതിന് തൊട്ടപ്പുറത്ത് ഈ പൂവാറിൻ്റെ ഈ ഐലൻഡ് ഗോൾഡൻ ബീച്ചിൽ തൊട്ടപ്പുറത്തെന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ അതിർത്തിയാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇവിടെയെല്ലാം വരുമ്പോൾ നമ്മളിവിടെയുള്ള മനുഷ്യരോട് സംസാരിക്കുമ്പോൾ അവരോട് അവർ സംസാരിക്കുന്നത് കുറച്ച് തമിഴും കാണും, അതിനകത്ത് നമ്മുടെ പാറശാല സ്ലാങ്ങും കാണും, പിന്നെ മലയാളവും, പിന്നെ ഇവിടെ ബീച്ചിൻ്റെ ആയിട്ടുള്ള കുറച്ച് ഡയലോഗുകളൊക്കെ ചേർത്തിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. രസമാണ്, നല്ല രസമാണ് അത് കേൾക്കാൻ. പിന്നെ ഞാനും ഒരു 10-25 കൊല്ലമായിട്ട് ഈ പാറശാല കേന്ദ്രീകരിച്ചാണ് എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പാറശാല സ്ലാങ് കുറച്ച് എൻ്റെ ഇതിലുണ്ട്. അത് ഇനി കുറച്ച് നാൾ പിടിക്കും അതിൽ നിന്ന് മാറാനായിട്ട്. കാരണം ഇപ്പം നിരന്തരമായിട്ട് ഇവിടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അതേ ശൈലി സ്വാഭാവികമായി വന്നു ചേർന്നതാണ്. അത് മാറ്റാൻ വേണ്ടി മാക്സിമം പരിശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മളൊരു ബ്ലോഗ് ചെയ്യേണ്ടി വന്നപ്പോഴും മറ്റ് സ്ഥലങ്ങളിൽ പോകുമ്പോഴുമാണ് എൻ്റെ ആ ഭാഷയുടെ ഡിഫറൻസ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ 10-25 കൊല്ലം ഇവിടെ തന്നെ ആയിരുന്നല്ലോ. ഇതിലെല്ലാം വലയും ഇതൊക്കെയാണ്. എല്ലാം ഇങ്ങനെ ഓരോ കൂടാരങ്ങൾ കാണുന്ന എല്ലാം അവരുടെ വലയും ഐറ്റംസും ഒക്കെയാണ്. എഞ്ചിനും ഓയിലും എല്ലാമായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനെങ്ങനെ നിരനിരയായിട്ട് ഇതിങ്ങനെ കാണാം. വെള്ളവും ഇത് കാണാമെന്ന് തോന്നുന്നു. നല്ല രസമാണ്. ഇത് നമ്മളിവിടെ നമുക്ക് അധികം സ്പീഡിൽ പോകാൻ നമുക്ക് തോന്നുന്നില്ല. ഇങ്ങനെ പതിയെ കണ്ട് പോകാനേ നമുക്ക് തോന്നത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കൂടുതൽ തിടുക്കത്തിൽ പോകേണ്ട, അത്യാവശ്യം വായുകുളിയൊക്കെ പോകുന്നതിന് മാത്രം മെയിൻ റോഡിൽ പോയാൽ മതി. അല്ലാത്തവർ ഇതിനൊക്കെ സമാധാനമായിട്ട് കണ്ട് പോകാം എന്ന് തീരുമാനിച്ചിട്ട് വരുന്നവർ മാത്രം വരും. കിടക്കുന്ന ഭക്ഷണം കിട്ടുന്ന നല്ല കടകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് രാവിലെ ഇറങ്ങുക, ഉച്ചയാകുമ്പോഴേക്കും പൂവാറ് ചെല്ലത്തക്ക രീതിയിൽ അങ്ങനെ ചെയ്താലും മതി. ഒന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വീണ്ടും രണ്ടാമത്തെ റോഡിലേക്ക് കയറണം. പിന്നെ ബീച്ച് റോഡിലേക്കുള്ള അത് കുറച്ച് ടൈമിലേക്ക് പിന്നെ ഇല്ല. കരവളം ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് രണ്ടാമത്തെ റോഡിൽ കയറിയാലാണ് പിന്നെ പൂവാർ ഗോൾഡൻ ബീച്ചിലേക്ക് പോകാൻ പറ്റുന്നത്. അതിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾ ബാറ്റ് കളിക്കുന്നത്. അപ്പോൾ അതിനാണ് കളിക്കും
എനിക്ക് വീഡിയോ എടുത്തോണ്ടിരിക്കണം കളിക്ക്. കുട്ടികൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് പിള്ളേരുടെ കളി. എന്നാ എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഷട്ടിൽ ബാഡ്മിൻ്റ്. ഇന്ന് ക്ലാസ്സിൽ പോകണ്ടല്ലോ അല്ലേ? സാറ്റർഡേ. സാറ്റർഡേ. ശരി. അത് ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ ബഹളമാണ്. ഇപ്പോൾ 2 എണ്ണം കഴിഞ്ഞതുണ്ട്. ഇത് അടുത്ത ഫുട്ബോൾ ഗ്രൗണ്ട്. ഓരോ 100 മീറ്റർ 200 മീറ്ററിൻ്റെ ഇടയ്ക്ക് എന്താ ഫുട്ബോൾ ഗ്രൗണ്ടാണ്. നല്ല തെങ്ങിൻ തോപ്പിനടുത്ത് ഫുട്ബോൾ ഗ്രൗണ്ടാണ്. ഒരു 100 മീറ്റർ 200 മീറ്റർ വ്യത്യാസത്തിൽ ഫുട്ബോൾ ഗ്രൗണ്ട് ധാരാളമുണ്ട്. ഒരു പള്ളിയുടെ കുരിശടിയുണ്ട്. അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞും പോകാം, റൈറ്റ് തിരിഞ്ഞും പോകാം. നമ്മൾ റൈറ്റ് തിരിഞ്ഞാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ അടുത്ത് തന്നെ പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട്. കുരിശടി ഇതാണ്. കുരിശടിയിൽ ഔസേപ്പിതാവിൻ്റെ എന്തോ ആണെന്ന് തോന്നുന്നു. ഔസേപ്പിതാവ് ബൈബിളും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതി പോലെയാണ് കാണുന്നത്. ബുക്കുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കുരിശടി. 2 വെള്ളം വന്നു. ലേലമണി നടക്കണം. ഇനി വരുമ്പോഴേ ഇനി അടുത്ത വരയിൽ നോക്കാം. അപ്പോൾ ലെഫ്റ്റ് തിരിഞ്ഞ് പോകാമായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ബീച്ചിലൂടെ ഗോൾഡൻ ബീച്ചിലേക്കുള്ള നമ്മുടെ പൂവാർ ഗോൾഡൻ ബീച്ചിലേക്കുള്ള പ്രയാണമാണ് നമ്മുടെ. അപ്പോൾ നമ്മൾ പിന്നെ ലെഫ്റ്റ് തിരിഞ്ഞ് പോയിട്ട് കാര്യമില്ല. എളുപ്പം പോകാനാണ് അതാണ് നല്ലത്. ഇത് അപ്പോൾ ഇങ്ങനെ സ്ലോയിലേ പോക്ക് നടക്കും. വലയെല്ലാം കാവിക്കൊണ്ട് വരണം. 2, 4, 6, 8, 10, 12, 16 പേരുണ്ട്. വെള്ളം വല ഇറക്കാനുള്ള വലയെല്ലാം അങ്ങനെ കാവിക്കൊണ്ട് വരണം. കാവി വെച്ചാൽ തോളിലെടുത്തുകൊണ്ട് വരുന്നു. കാണാമെന്ന് കാണാമെന്ന് തോന്നുന്നു. ചൂണ്ട വലയാണ്. ചൂണ്ടയാണ്, വലയല്ല, ചൂണ്ട നൂല്. വലിയ ഏട്ട പിടിക്കാൻ പോകുന്നവരാണ്. വലിയ മീൻ, വലിയ ചൂരയും ഏട്ടയൊക്കെ പിടിക്കാൻ പോകുന്ന ആൾക്കാരാണ്. ഇവിടെ അടുത്താണ് ഇനി പോലീസ് സ്റ്റേഷൻ. പാക്കലാം. ഇവിടെ അടുത്താണ് പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ പോകണില്ല. നമുക്ക് തൽക്കാലം കേസ് സംബന്ധമായ ഒന്നുമില്ല. ഇനി ഭാവിയിൽ വരുമ്പോൾ പോവാം. ഇനി ഗോൾഡൻ ബീച്ച് അടുത്തൊരു പോലീസ് സ്റ്റേഷനുണ്ട്. ഇവിടെ അതിൻ്റെ ഒരു ചെറിയ ഒരു സബ്ബായിട്ടാണ് ഇവിടെ ഉള്ളത്. ചൂണ്ടയിടുന്നവരാണ്, വള്ളത്തിൽ വലിയ ചൂണ്ടയിടുന്നവരാണ്. വള്ളത്തെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്, വലിച്ച് കരയ്ക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മൾ തീരത്തോട് ചേർന്ന് ആണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ കടലേറ്റത്തിൽ ഇവിടെ എല്ലാം ഈ റോഡിന് അടുത്ത് വരെ കടലേറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മണൽച്ചാക്കൊക്കെ ഇട്ടാണ് റോഡ് സംരക്ഷിച്ചത്. ഉണ്ട്, മണൽച്ചാക്കൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. വലിയ മണൽച്ചാക്കാണ്. ഇപ്പോൾ JCB കൊണ്ട് അത് ഇപ്പോഴും ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗോൾഡൻ ബീച്ചിലെത്തി. പിള്ളേരൊക്കെ ഇവിടെ ഇരുന്ന് ബിയറൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നു. ബോട്ട് സർവീസ് കണ്ട കണ്ടൽ കാടുകളിലേക്കുള്ള ബോട്ട് സർവീസാണ് ഇപ്പോൾ ഉള്ളത്.
ഐലൻഡിലെ ബോട്ട് സർവീസാണ് ഈ കാണുന്നത്. അവരിങ്ങനെ പതിയെ പതിയെ ഈ കണ്ടൽ കാടിനിടക്കൂടെ ഇവിടെ ഈ 2-3 ബിൽഡിങ്ങുകൾ ഇവിടെ കാണാം. ഇതിങ്ങനെ ഉപയോഗശൂന്യമായിട്ട് ഇപ്പോൾ തൽക്കാലം കിടക്കുന്ന കരിങ്കല്ലിൽ നിർമ്മിച്ചിട്ടാണ്. നല്ല മനോഹരമായിട്ട് കരിങ്കല്ല് അടുക്കി ചെയ്തിരിക്കുന്നതാണ്. ഇതിന് സാമൂഹ്യ വിരുദ്ധ ശല്യമൊന്നും ഉള്ളതല്ല. ഇവിടെ അടുത്ത് തന്നെ പോലീസ് സ്റ്റേഷൻ ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കാണുന്ന പോലീസ് സ്റ്റേഷനാണ്. പോലീസ് സ്റ്റേഷനാണ് അടുത്ത് കാണുന്നത്. അതുകൊണ്ട് ഇവിടെ സാമൂഹ്യ വിരുദ്ധ ശല്യങ്ങളൊന്നുമില്ല. ഇനി ബൈക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഗോൾഡൻ ബീച്ചിലേക്ക് പോകാം. അപ്പോൾ ഗോൾഡൻ ബീച്ച് ചെന്നിട്ട് നമുക്ക് അടുത്ത കാര്യം ആലോചിക്കാം. അങ്ങനെ നമ്മൾ ഗോൾഡൻ ബീച്ചിലെത്തിയിരിക്കുകയാണ്. വണ്ടി പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്ത് ഇനി ഗോൾഡൻ ബീച്ചിലേക്ക് നമുക്ക് പോകാം. കാണുന്നതാണ് ഗോൾഡൻ ബീച്ച്. ഈ ഗോൾഡൻ ബീച്ച് എന്ന് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് മഞ്ഞ കളറാണ് ഇത് ബീച്ച് നോക്കുക. അത് ഈ പാറ പൊടിഞ്ഞതും ചെങ്കല്ലിൻ്റെ തരികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുക. അപ്പോൾ മനോഹരമായ ഒരു മഞ്ഞ ഷെയ്ഡ്, മറ്റ് ബീച്ചുകളെ അപേക്ഷിച്ച് മഞ്ഞ ഷെയ്ഡ് ഇവിടെ ഉണ്ടാകും. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂവാർ നദി എന്ന് പറയുന്നത് അഗസ്ത്യ മലയിൽ നിന്ന് ഉത്ഭവിച്ചായിട്ടാണ് ഇവിടെ വന്ന് 58 കിലോമീറ്ററോളമുണ്ട്. ആ 58 കിലോമീറ്റർ ഉത്ഭവിച്ചിട്ടാണ്. അപ്പോൾ കല്ലും മണ്ണും എല്ലാം ആയിട്ടാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ മഞ്ഞക്കല്ലുകളും ചുമലക്കല്ലുകളും ഈ കടലിലെ വെള്ളമാണ് എല്ലാം കൂടെ ചേർന്ന് ഒരു മഞ്ഞ ഷെയ്ഡ്, നമുക്ക് സ്വർണ്ണ നിറമാണ് ഇവിടെ നമുക്ക് അനുഭവവേദ്യമാകുന്നത്. അപ്പോൾ അതിനാലാണ് ഇതിനെ ഗോൾഡൻ ബീച്ച് എന്ന് പറയപ്പെടുന്നത്. പിന്നെ ഈ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇതെന്ന് പറയുന്നത് നെയ്യാറാണ്. നെയ്യാറെന്നാണ് ഇതിനറിയപ്പെടുന്നത്. നെയ്യാറ് അഗസ്ത്യ മലയിൽ നിന്ന് ആരംഭിച്ച് നെയ്യാർ വഴി നെയ്യാർ ഡാം നമ്മൾ കേട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് നെയ്യാർ ഡാമിൽ നിന്നുള്ള വെള്ളം ആണ് ഇങ്ങോട്ട് പാസ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ ചെങ്കല്ലും എല്ലാം കൂടെ ഒഴുകി വലിച്ച് വരുമ്പോഴേക്കും ഈ നെയ്യാറ് നെയ്യ് പോലുള്ള ഒരു രൂപത്തിലാണ് ഒഴുകി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ നെയ്യുടെ ആ ഒരു കളറില്ലേ, അതേ രൂപത്തിലാണ് ഇവിടെ ഈ വെള്ളം ഒഴുകി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ നെയ്യാർ എന്ന് പറയുന്നത്. ആ വെള്ളത്തിൻ്റെ നിറം തന്നെയാണ് അത്. ആ നിറം തന്നെയാണ് ഇവിടുത്തെ മണ്ണിനും ഏകദേശം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നെയ്യുടെ നിറവും ഗോൾഡ് സ്വർണ്ണത്തിൻ്റെ ആ ഇതും കൂടെ ചേർന്നുള്ളതാണ് ഈ ഗോൾഡ് ബീച്ചിൻ്റെ ആ ഒരു ഭംഗി. അതായത് അത് മനോഹരമാണ്, നല്ല ഇതാണ്. ഇപ്പം എന്താ അതിമനോഹരമായ ഇതാണ്. ഇവിടെ നിന്ന് കണ്ട കറങ്ങി നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഫ്ലോട്ടിങ് കോട്ടേജൊക്കെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഇവിടെ വരുന്നത്. ഇവിടെ സീസൺ അങ്ങനെയൊന്നുമില്ല. പിന്നെ മഴക്കാലം ആകുമ്പോഴേക്കും ഈ പൊഴിയും ഈ കടലുമായിട്ട് ജോയിൻ്റ് ആകും. അതല്ലാത്തപ്പോൾ ഇവിടെ ഇങ്ങനെ 10-200-300 മീറ്ററോളം വീതിയിൽ ഇങ്ങനെ കടൽ മണ്ണിങ്ങനെ വെച്ചിട്ടുണ്ടാകും. മഴക്കാലം ആകുമ്പോൾ ഈ നെയ്യാറിലുള്ള വെള്ളം എല്ലാം കൂടെ വന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പൊഴിയായിട്ട് അത് മുറിഞ്ഞിട്ടാണ് കടലിലേക്ക് ഒഴുകി പോകുന്നത്. അപ്പോൾ അന്നേരം ഈ ഐലൻഡിലൊക്കെ വെള്ളം അല്പം കുറവായിരിക്കും ഒഴുകി പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് തന്നെ ഇത് കടൽ തന്നെ ഈ മണ്ണ് ഇവിടെ കൊണ്ടുവന്ന് അടിച്ചിത് അടയ്ക്കും. അടച്ചു കഴിയുമ്പോഴാണ് ഇവിടെയൊക്കെ ഇത് കണക്ക് തന്നെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ മാർവാടീസായിട്ട് നല്ല വില പേശി അക്ക അറക്കയറ്റുന്നുണ്ട്. പൈനാപ്പിളും എല്ലാം ഉണ്ട്. വരുന്ന ടൂറിസ്റ്റുകൾക്ക് എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. കരിക്ക് വെള്ളം എല്ലാം ഉണ്ട്. ഒട്ടകവും കുതിര സവാരി, അടിപൊളി കുതിര സവാരി കാണാം. ഒട്ടകം 2 കുട്ടികൾ ഒട്ടകപ്പുറത്ത്. ഈ വെയിലൊക്കെ ഒട്ടകത്തിന് പ്രശ്നമല്ല, നമുക്കാണ് പ്രശ്നം. വേറെ സൈഡ് വരാം. നമുക്ക് വേറെ സൈഡ് വരുമ്പോൾ നല്ലൊരു അടി കൊടുത്ത പാട് ഒട്ടകത്തിന്. കറുപ്പും വെള്ളയും ആയിട്ടുള്ള കുതിര.
ധാരാളം ടൂറിസ്റ്റുകളുണ്ട്. സീസൺ ടൈമായി ധാരാളം ടൂറിസ്റ്റുകളുണ്ട്. 2 ഒട്ടകത്തിൽ ആൾ സഞ്ചരിച്ചുകൊണ്ടിട്ടുണ്ട്. ഒട്ടകം വരട്ടെ, നമുക്കത് നോക്കാം. നല്ല ഉച്ചിയിലാണ് വെയിൽ. ഉച്ചിയിൽ വെയിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. തേങ്ങ, കരിക്ക്, പൈനാപ്പിള്, നമുക്ക് എല്ലാ ഐറ്റംസും ഉണ്ട്. തൊപ്പി ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇവിടെ കയറ് കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. മുമ്പ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ടൂറിസ്റ്റുകൾ അധികമായപ്പോഴേക്കും കടൽ എപ്പോഴാണ് ഇതാകുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ഇവിടെ ആഴം ഒരുപാടുള്ള സ്ഥലമാണ്. ഈ ആഴിമലയും വിഴിഞ്ഞവും ആഴിമലയൊക്കെ ആഴം ഭയങ്കരമായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റിയ ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. ഇവിടെ കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട്. ഇപ്പം തന്നെ ഒരു 10-20 അടി താഴ്ച ഇവിടെ ഉണ്ട് ഓൾറെഡി. ഇവിടെ വലിയ ഇപ്പം തന്നെ ഏറ്റവും വലിയ MS തുർക്കി കപ്പൽ വരെ ഇവിടെ വിഴിഞ്ഞം പോർട്ടിൽ വന്നു കഴിഞ്ഞ് അതുപോലുള്ള വലിയ കപ്പലുകൾ ഇവിടെ കണ്ടെയ്നർ ഷിപ്പുകൾ ഇവിടെ നിർമ്മിക്കാൻ സാധിക്കും. അതുകൂടാതെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വലിയ റിഫൈനറി ഇവിടെ സ്ഥാപിക്കാൻ സാധിക്കും. അങ്ങനെ ധാരാളം പേർക്ക് വിഴിഞ്ഞം സീ പോർട്ടിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ തൊഴിൽ സാധ്യത ഇവിടെ പൂവാറിലുണ്ടെന്നുള്ളതാണ്. ഇവിടെ സർക്കാരിന് തന്നെ ഏക്കർ കണക്കിന് സ്ഥലം ഇതിന് ഉള്ളിലുണ്ട്. അവിടെ നമുക്ക് ഈ കണ്ടെയ്നർ ഷിപ്പുകളും നിർമ്മിക്കാൻ അതിനുള്ള യാർഡുകളും നിർമ്മിക്കാൻ സാധിക്കും. റിഫൈനറി സ്ഥാപിക്കാൻ സാധിക്കും. ഒന്നിലധികം കമ്പനികളുണ്ടല്ലോ നമുക്കിവിടെ റിഫൈനറി സ്ഥാപിക്കാൻ പറ്റും. അവർക്കെല്ലാം വന്ന് ഇവിടെ റിഫൈനറി സ്ഥാപിക്കാൻ പറ്റും. കണ്ടെയ്നർ ഷിപ്പുകളും ഇവിടെ നമുക്ക് അതിനുള്ള യാർഡുകളൊക്കെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അത്രയ്ക്ക് വലിയ തൊഴിൽ വിഴിഞ്ഞം പോർട്ടിനേക്കാളും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ളൊരു ഇടമാണ് ഈ പൂവാറ്. അപ്പം ഇത് കേന്ദ്രവും കേരളവും ഒക്കെ ഇതിനു വേണ്ടി പഠനങ്ങളൊക്കെ നടത്തിയെന്നൊക്കെ ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇതിന് എന്തുമാത്രം ഗൗരവം കൊടുത്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതുകൂടെ വരികയാണെങ്കിൽ കേരളം വലിയ വികസന പാതയിലേക്ക് വരുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഇത് ഇനി എപ്പോൾ സാധ്യമാകുമെന്ന് അറിയില്ല. പക്ഷേ വളരെ തൊഴിൽ സാധ്യതയുള്ള ഒരു 2 പദ്ധതികളിലൂടെ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ്. അത് മാത്രമല്ല 11 നോട്ടിക്കൽ മൈൽ ദൂരമേ ഉള്ളൂ ഇവിടെ അന്താരാഷ്ട്ര കപ്പൽ ചാലുമായിട്ട്. അതുകൊണ്ട് കപ്പൽ നിർമ്മാണത്തിനും ഏറ്റവും അനുയോജ്യമായൊരു സ്ഥലമാണിത്. അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് റിഫൈൻ ചെയ്യാൻ വേണ്ടി ഇവിടെ അതിനുള്ള ഫാക്ടറികൾ സ്ഥാപിക്കുന്നതും വളരെ ലാഭകരവുമാണ്. ട്രാൻസ്പോർട്ടേഷനൊക്കെ വളരെ ലാഭകരമാണ്. അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് നമ്മൾ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് വന്ന് അങ്ങനെ വല്ലാർപാടം, കൊച്ചി അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വീണ്ടും കൊണ്ടുപോയി ഇതാകുമ്പോൾ മദർഷിപ്പിനെ ഇവിടെ കയറ്റി ഇതെല്ലാം ഈ കൊണ്ടുപോയെല്ലാം ഇവിടെ ഇറക്കാൻ പറ്റും. അങ്ങനെ വലിയ തൊഴിൽ സാധ്യത വമ്പൻ പദ്ധതിക്കുള്ള സാധ്യത പൂവാറ് കിടക്കുകയാണ്. കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ഇതിനൊക്കെ കുറച്ച് ഗൗരവം കൊടുത്താൽ കേരളത്തിന് വലിയ ഉയർച്ച ഉണ്ടാകും. എക്കോണമിക്കലായിട്ടും വലിയ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യത ഉള്ള ഒരു മേഖലയാണ് ഈ പൂവാറെന്ന് പറയുന്നത്. ഇപ്പോൾ ഏതായാലും ഈ വൈകിയ വേളയിൽ ഇവിടുത്തെ ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ ഇത് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ദിവസം കാണും വരെ വണക്കം, നന്ദി, നമസ്കാരം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ശരി, ഓക്കെ, ബൈ.